52 കോടി രൂപയ്ക്ക് ഒരു വാഴപ്പഴം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കലാലോകത്ത് വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു വാഴപ്പഴത്തിന്റെ ലേലത്തിൽ വിറ്റ വിലയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. വാശിയേറിയ ലേലത്തിൽ $6.2 മില്യൺ വാഴപ്പഴം വിറ്റതോടെ ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ പഴമായി മാറിയിരിക്കുകയാണ് കൊമേഡിയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വാഴപ്പഴം. പ്രശസ്ത തമാശക്കാരനായ മൗറീസിയോ കാറ്റലേനാണ് 2019 ഒരുക്കിയ ഈ കൗതുകമുണർത്തുന്ന കലാസൃഷ്ടിയുടെ പിന്നിൽ. ഒരു ചുമരിൽ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച നിലയിലായിരുന്നു വാഴപ്പഴം. മാത്രമല്ല, വാഴപ്പഴം മാറ്റി ഒട്ടിക്കുന്നതിന് ആധികാരികത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഇൻസ്റ്റലേഷൻ നിർദ്ദേശങ്ങളുമുണ്ട്. വാഴപ്പഴം കേടാവുകയാണെങ്കിൽ ഉടമകൾക്ക് അത് മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ നിർദ്ദേശങ്ങൾ. ക്രിപ്റ്റോ സംരംഭകനായ ചൈനയിൽ നിന്നുള്ള ജസ്റ്റിൻ സൺ ആണ് ലേലത്തിൽ വിജയിച്ചത്. 6 എതിരാളികളെ നിഷ്പ്രഭരാക്കി വെറും 5 മിനിറ്റ് കൊണ്ടാണ് ജസ്റ്റിൻ ലേലത്തിൽ വിജയിച്ചത്. സോത്ബിയുടെ ഭിത്തിയിൽ ബുധനാഴ്ച വൈകുന്നേരം ഒട്ടിച്ചു വെച്ച വാഴപ്പഴം അന്നേ ദിവസം രാവിലെ മാൻഹട്ടന്റെ അപ്പർ ഈസ്റ്റ് ഭാഗത്തുള്ള കടയിൽ നിന്ന് 35 സെന്റിന് വാങ്ങിയതായിരുന്നു. ബംഗ്ലാദേശിൽ നിന്നുള്ള പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യാപാരിയായിരുന്നു ആ വാഴപ്പഴം വിറ്റത്. എന്നാൽ ലേലത്തിലൂടെ സ്വന്തമാക്കിയ ഈ വാഴപ്പഴം ജസ്റ്റിൻ എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് പലരും ചോദിച്ചത്. ജസ്റ്റിൻ പോസ്റ്റ് ചെയ്ത ട്വിറ്റർ പോസ്റ്റിൽ ഇക്കാര്യം പറയുന്നുമുണ്ട്. മൗറീസിയോ കാറ്റലന്റെ ഐതിഹാസിക സൃഷ്ടിയായ കൊമേഡിയൻ $6.2 മില്യൺ ഞാൻ വിജയകരമായി സ്വന്തമാക്കിയ വിവരം പങ്കിടുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നും ഈ വാഴപ്പഴം ഞാൻ കഴിക്കുമെന്നുമാണ് ജസ്റ്റിൻ പോസ്റ്റിൽ കുറിച്ചത്. കൊമേഡിയൻ ശ്രദ്ധ നേടുന്നത് ഇത് ആദ്യമായല്ല. 2019 ആർട്ട് ബേസിൽ മിയാമി ബീച്ച് മേളയിൽ 3 പഴങ്ങളുടെ ഒരു പതിപ്പായാണ് ഈ വാഴപ്പഴം പ്രത്യക്ഷപ്പെടുന്നത്. തുടർന്ന് ഇത് സോഷ്യൽ മീഡിയയിലടക്കം വൻ ചർച്ചയായി മാറുകയും ചെയ്തു. ലേലത്തിൽ വാഴപ്പഴം വിളിച്ചെടുത്തതോടെ ജസ്റ്റിൻ സൺ ആണ് ഇനി കൊമേഡിയൻ എന്ന ആർട്ട് ഫോമിന്റെ ഉടമ. ആധികാരികത സർട്ടിഫിക്കറ്റും ഇദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു. ഇനി ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇത് പ്രദർശിപ്പിക്കാൻ സാധിക്കും.